സമയം കഴിയുന്തോറും കാറ്റിന്റെ വേഗത കൂടി വന്ന് കടലാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടടിക്കാൻ തുടങ്ങിയിട്ട ബോട്ടിന്. നമസ്കാരം, ഗിൽനെറ്റ് ബോട്ടിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റ് 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 നമ്മളെ നിർത്തിക്കണില്ല. കാരണം വളരെ ബുദ്ധിമുട്ടാണ് കാറ്റ് വരാൻ നേരത്ത്. വല പിടിക്കാനായാലും പല കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കണ്ട അതേ ഒരു ആമ നമ്മുടെ ബോട്ടിൽ വന്നേക്കണം നോക്കി. അപ്പം അതിനെ വീഞ്ചിലടിച്ച് ബോട്ടിലേക്ക് ഇടുന്ന ഒരു കാഴ്ച ഉണ്ട്. നോക്കി കണ്ട, വലിയ ആമയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റില്ല. ഇത് ഒരു മീഡിയം സൈസ് ആയതിൻ്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ അതേ വീഞ്ചി കൂടെ അടിച്ചെടുക്കാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ വല പുറത്തിട്ടിട്ട് വേണം ഇതിനെ തട്ടിക്കളയാനായിട്ട്. ആമനെ തിരിച്ച് കടലിലേക്ക് ഇടാൻ നേരത്തെ ഒട്ടുമിക്കവരുടെയും കമന്റാണ് കടലിൽ കിടക്കണ ആമനെ പിടിച്ച് ബോട്ടിലിട്ടിട്ട് തിരിച്ച് റിലീസിംഗ് എന്നും പറഞ്ഞ് കമന്റ് ഇടുന്നത്. സത്യത്തില് ഈ ആമനെ പിടിക്കാൻ വേണ്ടിയല്ല വല ഇടുന്നത്. നമ്മ ഈ ആമ വന്ന് കുടുങ്ങണേണ്. അത് മാത്രമല്ല, ഇതിന് ഈ വലയെന്ന് ഊരിയെടുക്കാൻ നേരത്തെ ഇവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, ഇതിന്റെ വായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കുള്ളൂ. എങ്ങാലും അബദ്ധം വെച്ചാൽ അതിന്റെ വായയിൽ കൈ പോയി കഴിഞ്ഞാൽ തീർന്നു. ഇതിനെ നമ്മ പിടിക്കുമ്പോഴും കടലിലേക്ക് എറിയാൻ നേരത്തും ഇതിങ്ങനെ കാലിട്ട് അടിച്ചോണ്ടിരിക്കും. ഒരു ഞാക്കില് വേണം ഇതിനെ പിടിക്കാനായിട്ട്. അങ്ങനെ പിടിക്കാൻ അറിയാത്തവർ പിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന, കാലുമ്മ ചെറിയ ചെറിയ മുള്ളുകളുണ്ട് ഓരോ കാലുമേയിട്ട്. അത് നമ്മുടെ കാലുമ്മയും കയ്യുമ്മയൊക്കെ കൊണ്ടുകഴിഞ്ഞാലുണ്ടല്ല കീറി അങ്ങോട്ട് പോകും. അപ്പൊ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പലർക്കും പാവോണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആളൊരു ഉപദ്രവകാരിയാണ്ട. പിന്നെയുള്ള സംശയമാണ് പലരുടെയും, ആമനെ കഴിക്കോ? ഒരുപാട് നേരം കരയിൽ ഇങ്ങനെ കിടക്കാൻ നേരത്തെ ആമ ചത്തുപോലെ എന്നൊക്കെ പലരും ചോദിക്കും. ഒരിക്കലും ഇല്ലട്ടാ, ആമ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ചാവില്ല. അത് മാത്രമല്ല, ആമനെ നമ്മ ഭക്ഷിക്കുകയും ഇല്ലട്ടാ. ഇത് നോക്കി കണ്ട, ചില സമയങ്ങളിൽ ഇതുപോലത്തെ ഒരു കള്ളത്തരം അങ്ങോട്ട് വരും. ഇതുണ്ട് ബോട്ട് പോണ പോക്ക് നോക്കി. എന്റെ പൊന്നെ, ഇതെ പോണ പോക്കണ്ട തര. ചില സമയങ്ങളിലേ നമ്മൾ ബോട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നേരത്ത് തിരക്ക് ഓരോ സൈഡിൽ വെച്ച് ഓരോ ഞാക്കിൽ വേണം നിർത്താനായിട്ട്. അല്ലെങ്കിൽ നേരെ അടുത്ത തിര വന്ന് കുത്തണ ബോട്ടിന്റെ ഉള്ളിലായിരിക്കുള്ളൂ എന്നും പറഞ്ഞ് ബോട്ട് മുങ്ങിപ്പോകുന്നില്ലട്ടാ. അങ്ങനെ ചെറുക്കനെ നമ്മ നേരെ കടലിലേക്ക് ഇട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാ വിട്ടറുണ്ടാവും. കപ്പലിൽ നമ്മൾ വയർലെസ് വഴി കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് ഏകദേശം 30-35 കിലോമീറ്റർ സ്പീഡ് കാറ്റ് ഇന്നുണ്ടെന്നാണ് പറഞ്ഞത്. നാളെ ഇതിലും കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ വലെടുത്ത് കഴിഞ്ഞിട്ട് നമ്മ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാലും പക്ഷെ കാറ്റ് വീശിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷയുണ്ടാവൂല. കാറ്റത്തും വലയിടേണ്ട വരും. വലയിടല് നമ്മ ചിലപ്പോൾ ഇളക്കല് കുറച്ച് കെട്ടാപ്പ ഇളക്കോൾട്ടാ. ഹെഡ്ഫോൺ വെച്ച് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പവർഫുള്ളാണ് ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കണേന്നുള്ളത്. പിന്നെ ഇത്രയും വലിയ ഓപ്പൺ സ്പേസിൽ കാറ്റ് വരുമ്പോഴുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് നോക്കി ഓരോ തിരകളുടെ ഉയരം പയ്യെ ഇങ്ങനെ കൂടിയാണ്ട വന്നുകൊണ്ടിരിക്കണം. കണ്ടോ, ഫോൺ നോക്കി. കാറ്റൊന്നുമില്ലാത്ത സമയത്ത് വെയിലത്തിരുന്ന് പണിയെടുക്കാൻ നേരത്തൊന്ന് കാറ്റ് വന്നിരുന്നെങ്കിലാന്ന് ആലോചിക്കും. അതേസമയം വരുമ്പോഴാണെങ്കിൽ ഇതുപോലത്തെ ഒരു 1.5 സാധനങ്ങൾ വന്നത്. ഒരു തെരണ്ടിനെ കിട്ടിയിട്ട് നമ്മളിതേ ബോട്ടിലിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കയ്യും കാലൊക്കെ അടിച്ച് ഹായ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് നോക്കി. കടലിന്റെ രൂപം മൊത്തത്തിൽ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മിനിറ്റിനാണ് സ്വഭാവം കടലിന്റെ മാറുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കില്ല കുറച്ച് ഉച്ച കഴിയുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒന്ന് കാറ്റൊക്കെ കുറഞ്ഞ് പയ്യെ ഒന്ന് കാമായിട്ട് വരോട്ടെ. ഓരോ തിരമാലകളുടെ വരവ് ഉണ്ട്. ഇത് നമ്മുടെ ഫോണിനകത്ത് സ്റ്റെബിലൈസേഷൻ ഓൺ ആയിട്ട് പോലും ഇത്രയും ഒരു റഫ് പോലെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് അനുഭവിച്ച ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. പക്ഷെ ഞാൻ പറയണ, ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പോവാ, എക്സ്പീരിയൻസ് ചെയ്യുക. ചിലപ്പോൾ ആദ്യമായിട്ട് പോണവർക്ക് പറ്റിയെന്ന് വരില്ല. കടലിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഛർദ്ദിച്ച് കിടന്നു. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചാണ്. സീ സിക്നസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ട്രാവലിംഗ് സിക്നസ് പോലെയല്ല. ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഒരു തലകറക്കവും ഛർദിയൊക്കെ പോലെയല്ല നമ്മുടെ കടലിലേക്ക് ഇറങ്ങുമ്പോഴുള്ള സിക്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഷുവറാണ്, ഒരു 90% പേർക്കും അത് വരോട്ടെ.
പിന്നെ ഇത് വന്ന് കഴിഞ്ഞാലുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കടലിലേക്ക് ഇറങ്ങി ഇപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഊഞ്ഞാലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. കൂട്ടത്തിൽ ഈ തലയും കിടന്നിങ്ങനെ ആടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വന്നത് ഒരു ക്ഷീണമായിരിക്കും. ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഉറക്കം വന്ന പോലെ തോന്നും. ഉറങ്ങുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ആ ഉറക്കത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഓക്കെ, എൻ്റെ സിക്നസ് മാറി, ഇനിയിപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കാം അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും വിത്തിൻ മിനിറ്റ്സ് വീണ്ടും നമുക്ക് ആ ഒരു സെയിം അവസ്ഥ, തലക്കൊരു കനം പോലെ ഛർദ്ദിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി. അതുമാത്രമല്ല ഭക്ഷണമൊന്നും ഇറക്കാനും പറ്റണില്ല, വെള്ളം കുടിക്കാൻ പറ്റണില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ നമുക്ക് ഈ സീ സിക്നസ് വന്നു കഴിഞ്ഞാലിട്ട്. അത് എല്ലാ മനുഷ്യന്മാർക്കും അത് പോയി അത് മാറും, അല്ലാതെ ആർക്കും ഇത് മാറായിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേജ് ഒന്ന് തരണം ചെയ്ത് വന്നാലേ അത് മാറും. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നമ്മൾ ലീവ് എടുത്ത് പിന്നെ വീണ്ടും കടലിലേക്ക് പോകാൻ നേരത്തും ഈ പറഞ്ഞ ചെറിയൊരു മന്ദത നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ ഉണ്ടാവട്ടെ. അത് സ്വാഭാവികമാണ് അങ്ങനെ. 65-70 അടി ബോട്ട്, 10-11 ആളുകൾ, 1000-1500 ഭാഗം വെള്ളം. എന്തെങ്കിലും ഒരു അപകടം പറ്റി മറ്റൊരു ബോട്ട് നമ്മളെ സഹായിക്കാൻ വന്നെങ്കിൽ പോലും കുറഞ്ഞതൊരു 1.5-2 മണിക്കൂർ എടുക്കും. ഈ ഒരു റഫ് ടൈമിൽ പയ്യെ ബോട്ട് ഓടിച്ച് വരാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയെല്ലാം റിസ്ക് ഉണ്ട് നമുക്ക് ഈ ഗില്ലറ്റ് ബോട്ടിൽ പോകാൻ നേരത്തിട്ട്. നമ്മുടെ ബോട്ടിന്റെ മുൻഭാഗത്തായിട്ട് വേറൊരു ബോട്ടും കൂടി വല പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരില്ല, പക്ഷേ നീരോട്ടവും കാറ്റൊക്കെ ഉള്ളതിന്റെ പേരിൽ വല ഒഴുകി എത്തിയേക്കണുണ്ടാകും. അല്ലാതെ ഇങ്ങനെ നമ്മൾ 1.5 നോട്ടിക്കൽ 2 നോട്ടിക്കൽ ഗ്യാപ്പിലൊക്കെയാണ് വല ഇടാറുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കട്ടാപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താ ഒരു വമ്പൻ തിര വന്ന് ആ വമ്പൻ തിരയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിൻ ചാടാൻ നോക്കേണ്ടത്. നോക്കി കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ എയറിൽ കാട്ടാം. നല്ല തിര തന്നെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ചാടണം. ചില സമയങ്ങളിലുള്ള എന്റർടൈൻമെന്റ് ആണ് ഇതെല്ലാം. പിന്നെ അടുത്ത സെറ്റ് വല എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ GPS-നകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാകും അടുത്ത സെറ്റ് വല എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതെടുക്കാനായിട്ട് ബോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. പയ്യെ ഓടിച്ചു പോകാൻ പറ്റുള്ളൂ, കാരണം റഫ് ടൈം അതിൻ്റെ പേരിൽ തിരക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ കുറുകെ ഇട്ടാണ്ട് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോകണം. അത് ഇങ്ങനെ ആടി ഇങ്ങനെ പയ്യെ പോകേണ്ടതുണ്ട. എന്ത് റഫ് ടൈം ആണെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. നമുക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ കാണുന്ന രാവിലത്തെ കഞ്ഞി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചുക്കില്ലേ, ചൂരച്ചുക്ക, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ റഫ് ടൈമിൽ കുക്കിംഗ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാനോ പിടിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല ഒരു പാത്രം ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല, ഇങ്ങനെ ഉരുണ്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പലരും പേടിയില്ലെന്ന് ചിന്തിക്കും. വെള്ളത്തിന് നമ്മൾ പേടിച്ചേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ച ഒരേ ഒരു നിമിഷത്തെ കുറച്ച് നേരം മുമ്പാണ്. ഭക്ഷണം കഴിക്കണ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫോൺ പോക്കലിൽ വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പാത്രം എടുക്കാൻ പോയാണ്. ബോട്ട് കയ്യിൽ നിന്ന് കുറുകെ പോയി ഇറങ്ങില്ല. കുറുകെ പോയി കഴിഞ്ഞിട്ട് ഒരു ഈ ചില കള്ളത്തിരകൾ വന്നിട്ട് നേരെ വന്ന് കുത്തിയത് ബോട്ടിൻ്റെ അണിയത്താണ്. അണിയത്ത് കുത്തിയിട്ട് വെള്ളമടിച്ച് കയറിയിട്ട് ബോട്ട് ഒരുവിധം നല്ല രീതിയിൽ തന്നെ ചരിഞ്ഞു. തിര വന്ന് പോയി കഴിഞ്ഞപ്പോൾ സ്രാങ്ക് ചോദിച്ച കാര്യമാണ്. ബാക്കിലുള്ള എല്ലാവരും അതുപോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ആരെങ്കിലും തെറിച്ച് പോയാൽ. കാരണം ഈ ഒരു കടലിൽ നമ്മൾ തെറിച്ച് പോയി കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പിടിച്ച് നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് വന്നാലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഓപ്പോസിറ്റ് ബോട്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാലോ ഇതിൻ്റെ റോളിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ.
കാറ്റും കോളും ഇല്ലാത്ത സമയത്തൊക്കെ ബോട്ടിന്റെ അണിയത്ത് പോയി നല്ല സുഖസുന്ദരമായിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ ഈ സമയത്ത് നമുക്ക് മുന്നിൽ പോയിരിക്കാൻ പറ്റില്ല, കാരണം വെള്ളം അടിച്ച് തെറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബോട്ടിന്റെ ഒന്നില്ലെങ്കിൽ വീൽ ഹൗസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ കിച്ചന്റെ ബാക്കിൽ ഈ മൂലയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നൻപൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ബാലനൻ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ കുറച്ച് ചൂരച്ചുക്കയും അതുപോലെ തലേ ദിവസത്തെ കഞ്ഞിയും കൂട്ടി ഞങ്ങളും കഴിക്കേണ്ട. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാതെ ദേ വന്നേക്കണ ഒരു പറവച്ചാള പറന്ന് നമ്മുടെ ബോട്ടിലേക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ പറന്ന് ഈ ചാള നമ്മുടെ ബോട്ടിനകത്ത് കയറുമെന്ന്. ഇതിപ്പോ ബോട്ട് ചരിഞ്ഞു കഴിഞ്ഞപ്പോ ഈ അടുത്ത് ബോട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ബോട്ട് വരുമ്പോ നിങ്ങൾ പറക്കുമ്പോ കാറ്റിങ്ങനെ എതിരെയാണെന്നുണ്ടെങ്കിൽ നേരെ പറന്ന് കറങ്ങി വന്നെ നമ്മുടെ ബോട്ടിലേക്കായിരിക്കും. ഒരുത്തന്റെ പറന്ന് കയറിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നേരെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടേണ്ട. പൊക്കട മോനെ പോയി ജീവിക്കും. ചിലവർക്ക് ഗില്ലറ്റ് എപ്പിസോഡ് ബോറിംഗ് ആയി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ളവർ ആളുകൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഭൂരിപക്ഷം നോക്കി കണ്ടന്റ് മാറ്റി പിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് കാണാൻ നേരത്തെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ വിലയുണ്ട് ഈ ഒരു വീഡിയോന്. കാരണം ഈ 20 ദിവസം നമ്മൾ കടലിൽ കിടക്കാൻ നേരത്തെ, എസ്പെഷ്യലി ഇതുപോലത്തെ റഫ് ടൈമിലൊക്കെ നമ്മൾ നോക്കിയും കണ്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ കടലിലേക്ക് തെറിച്ചു പോകും. പല സമയങ്ങളിലും പല സിറ്റുവേഷനിലും എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഫോണായിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കാൻ നേരത്ത് നമ്മുടെ ശ്രദ്ധ പോകുന്നത് നല്ലൊരു വ്യൂ കിട്ടാൻ അല്ലെങ്കിൽ നല്ലൊരു വിഷ്വൽ കിട്ടാനായിരിക്കുള്ളൂ. ആ സമയത്ത് നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ പുറകിലും ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സെറ്റ് വലയെടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. പക്ഷേ തിരകളിങ്ങനെ മറിഞ്ഞാണ് എല്ലാ തിരയും കാറ്റ് കൂടിയിട്ടേ തിര മറിഞ്ഞാണ് തിര വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരത്തിന് ശേഷം ഒരു തെരണ്ടി നമ്മുടെ വലയിലേക്ക് വന്നിട്ടുണ്ട്. കുറേ നേരമായി മീൻ വന്നിട്ട്. അപ്പോൾ അതെ ഒരു തെരണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തെരണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരണ്ടി കുറച്ച് കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള തെരണ്ടിയുണ്ട്. അപ്പോൾ അതിനെ നേരെ ഒരു കണക്കിന് നമ്മൾ ബോട്ടിലേക്ക് വലിച്ച് കയറ്റി. ഈ തെരണ്ടിയുടെ കുടലെടുക്കണ കാഴ്ച നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പലരും കണ്ടു കാണില്ലത്. കാണാൻ പറ്റും. നമ്മുടെ ഹാർബറിലൊക്കെ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ ഈ തെരണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുടൽ അവിടെ വെച്ചെടുക്കും. ചില ബോട്ടിലുള്ള ആളുകൾ മാത്രമേ അതിന്റെ കുടലെടുക്കാണ്ടൊക്കെ കൊണ്ടുവരുള്ളൂ. വളരെ അപൂർവമായിട്ട്. പിന്നെ ഗിൽനെറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, എല്ലാ ബോട്ടിലും ഇതുപോലെ തെരണ്ടിയുടെ കുടലൊക്കെ എടുത്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, കുടലെടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലും ഇതെല്ലാം കാണണം. വളരെ വലിപ്പമുള്ളതാണ് വലിയ തെരണ്ടിയായി കിട്ടാനായിരുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബ് പോളിസി അതിനെതിരെ അതിൻ്റെ പേരിൽ അതൊന്നും കാണിക്കാനായിട്ട് പറ്റണില്ല എന്നാണ് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് ഞാൻ കാണിച്ചു തരോട്ടെ. സോ നമ്മുടെ വലയെടുത്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പ്രത്യേകം ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നത്തേക്ക് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഇത് തുടങ്ങാൻ നേരത്ത് എന്ത് എവിടെ എങ്ങനെ എത്തുമെന്നൊന്നും ഒരു പിടുത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വരേക്കും നമ്മൾ ഇട്ടേക്കണ വീഡിയോ അത് മറ്റുള്ളവർ അംഗീകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് 4 ലക്ഷം ഫോളോവേഴ്സോളം എത്തി. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഓരോ വീഡിയോ എടുക്കാനായിട്ട് പോണതും കടലിലേക്കാണ്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പിന്നൊന്നും പറ്റാണ്ട് ദൈവം നമ്മളെ കരക്കെത്തിക്കണം. എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളേണ്ട. കടൽ മാക്രി എന്ന് പറയുന്ന ഈ ചാനലിലെ ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണിത്. ഇനിയും കിടുക്കാച്ചിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കടലെവിടെയൊക്കെ കൊണ്ട് അവിടുത്തെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷിങ് നമുക്ക് കാണിക്കുകയും ചെയ്യോട്ടെ. അങ്ങനെ ബോട്ടിന്റെ വലയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി ഓടിപ്പോകാൻ വീണത്. ആ വലയെടുത്ത സന്തോഷത്തിൽ എബിനിവിടെ ഓരോ തിരമാലകൾ വരുമ്പോൾ ചാടി ഇങ്ങനെ കുതിക്കാനായിട്ട് നോക്കുന്നുണ്ട്. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.